നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. ബാർ ലൈസൻസ് പുതുക്കുന്ന വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ സമവായം നീളുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനുമായി നടത്തിയ ചർച്ച ഫലം കണ്ടില്ല. കേന്ദ്ര സർക്കാരിനെതിരെ പന്ന്യൻ രവീന്ദ്രൻ. രാജ്യത്തെ 8ഓളം വരുന്ന റബ്ബർ മുതലാളിമാർക്ക് വേണ്ടി ഭൂരിപക്ഷം വരുന്ന റബ്ബർ കർഷകരെ കേന്ദ്രം കണ്ണുനീർ കുടിപ്പിക്കുകയാണെന്നും പന്ന്യൻ. മതപരിവർത്തനം രാജ്യത്ത് അനുവദിക്കരുതെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. മതന്യൂനപക്ഷങ്ങൾക്ക് പിന്നാലെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ കക്ഷികളെന്നും തുഷാർ വെള്ളാപ്പള്ളി. സംഘശക്തിയുടെയും അവകാശബോധത്തിന്റെയും കരുത്തിൽ മെയ് ദിനം ആചരിച്ചു. റാന്നിയിൽ മെയ് ദിനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ബാർ ലൈസൻസ് പുതുക്കുന്ന വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ സമവായം നീളുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനുമായി നടത്തിയ ചർച്ചയിൽ ഫലം കണ്ടില്ല. കോൺഗ്രസിനുള്ളിൽ സമവായം ഉണ്ടാക്കുന്നതിനു മുമ്പ് UDF-ലെ ഘടകകക്ഷികളുടെ അഭിപ്രായം അറിയുവാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നതോടെയാണ് ബുധനാഴ്ച നടന്ന ചർച്ചയിലും തീരുമാനമാകാതെ പോയത്. അതേസമയം ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് ചർച്ചകൾക്ക് ശേഷം VM സുധീരൻ പറഞ്ഞു. ലഹരിയുടെ സ്വാധീനം കേരളം നേരിടുന്ന വിപത്താണ്. ഇതിനെ നിയന്ത്രിക്കാനായില്ലെങ്കിൽ സംസ്ഥാനം മറ്റു മേഖലകളിൽ വരച്ച നേട്ടങ്ങളുടെ തിളക്കം നഷ്ടപ്പെടും. ലഹരിയുടെ സ്വാധീനം കുറച്ചുകൊണ്ടുവരുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും സുധീരൻ പറഞ്ഞു. മെയ് 20-നാണ് അടുത്ത UDF യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കി തീരുമാനത്തിലെത്താനാണ് നേതൃത്വത്തിന്റെ ശ്രമം. കേന്ദ്ര സർക്കാരിനെതിരെ തുറന്നടിച്ച് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. 8ഓളം വരുന്ന റബ്ബർ മുതലാളിമാർക്ക് വേണ്ടി ഭൂരിപക്ഷം വരുന്ന റബ്ബർ കർഷകരെ സർക്കാർ കണ്ണുനീർ കുടിപ്പിക്കുകയാണെന്ന് പന്ന്യൻ പറഞ്ഞു. രാജ്യത്തെ 8ഓളം റബ്ബർ മുതലാളിമാർക്ക് വേണ്ടി ഭൂരിപക്ഷം വരുന്ന റബ്ബർ കർഷകരെ കണ്ണീരൊടിപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. മുണ്ടക്കയത്ത് AITUസിയുടെ നേതൃത്വത്തിൽ നടന്ന മെയ് ദിന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ UDF ഗവൺമെന്റ് മദ്യലഹരിയിലാണ്. മദ്യനിരോധനത്തിന്റെ ഭാഗമായിട്ടല്ല ബാർ ലൈസൻസിന്റെ പേരിലുള്ള ഇപ്പോഴത്തെ തർക്കം. മദ്യനിരോധനം എന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള തട്ടിപ്പാണ്. 418 ബാർ ഉടമകളുമായി കച്ചവടം ഉറപ്പിക്കാത്തതാണ് ലൈസൻസ് സംബന്ധിച്ച് തർക്കം നീളുവാൻ കാരണമെന്നും പന്ന്യൻ കൂട്ടിച്ചേർത്തു. പക്ഷെ 418 കൊടുത്തൽ എന്താ കാരണം? കച്ചവടം ഉറപ്പിച്ചിട്ടില്ല. ഓരോ ഷാപ്പിനും ഇത്ര കാശുന്നുണ്ട്. എന്താ പേര്? മദ്യനിരോധനം. മദ്യനിരോധനാണോ? ജനങ്ങളെ പറ്റിക്കലല്ലേ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് കച്ചവടം നടത്തുക വിലപേച്ച് കച്ചവടമാണ്. മെയ് ദിനാഘോഷത്തിന്റെ ഭാഗമായി AITUസിയുടെ നേതൃത്വത്തിൽ മുണ്ടക്കയം പുത്തഞ്ചിറ മൈതാനിയിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സമാപിച്ചു. ബാൻഡ് മേളത്തിനും ചെണ്ടമേളത്തിനുമൊപ്പം മുണ്ടക്കയം CSK കളരിസംഘം അവതരിപ്പിച്ച ആയോധന കലാമുറകളും റാലിക്ക് കൊഴുപ്പേകി. തുടർന്ന് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ചേർന്ന യോഗത്തിൽ KT പ്രമോദ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മൺമറഞ്ഞ മുതിർന്ന നേതാക്കളായ KP ശ്രീധരൻ, KK ശ്രീനിവാസൻ എന്നിവരെ അനുസ്മരിച്ച് CPI കോട്ടയം ജില്ലാ സെക്രട്ടറി CK ശശിധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ട്രേഡ് യൂണിയൻ നേതാക്കളായ OPS സലാം, PR പ്രഭാകരൻ, TK ശിവൻ, അഡ്വക്കേറ്റ് NJ കുര്യാക്കോസ്, KC കുമാരൻ, സൗദാമിനി തങ്കപ്പൻ, ലൈല മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ AITUC കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ആദരിച്ചു. രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാൻ ജില്ലാ ഓഫീസിലേക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമറെ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത BTech അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ MCA, MSc CS, IT അല്ലെങ്കിൽ MBA. MIS കോർഡിനേറ്റർമാരായി പ്രവർത്തിച്ചവർക്ക് മുൻഗണനയുണ്ട്. 3-ാം തീയതി രാവിലെ 11 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തിരുവല്ല DE ഓഫീസിൽ എത്തണം. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. സാറിനും ലോട്ടറിയോ? കേരള ഭാഗ്യക്കുറി എടുക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ ഭാഗ്യം കൊണ്ടുവരുന്നത്. അതെ, ഇതുവഴി ഞാൻ അയാളുടെ അധ്വാനത്തെയാണ് ബഹുമാനിക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഉത്തരവാദിത്വത്തിന്റെ ഉറപ്പുചീട്ട്. വിശ്വസ്തം, സുതാര്യം, ജനകീയം. വാർത്തകൾ തുടരുന്നു. മതപരിവർത്തനം രാജ്യത്ത് അനുവദിക്കരുതെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. മതന്യൂനപക്ഷങ്ങൾ ഏത് നിലപാട് സ്വീകരിച്ചാലും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവർക്ക് പിന്നിൽ നിൽക്കുമെന്നും തുഷാർ കുറ്റപ്പെടുത്തി. മതപരിവർത്തനം ഒരു കാരണവശാലും ഈ രാജ്യത്ത് നടപ്പിലാക്കുവാൻ പാടില്ലെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. മതപരിവർത്തനം ഒരു കാരണവശാലും ഈ രാജ്യത്ത് അനുവദിക്കാൻ പാടുള്ള ഒരു കാര്യമല്ല.
കേരളത്തിലെ സംഘടിത മതശക്തികൾ നടത്തുന്ന ഇത്തരം സമീപനങ്ങൾക്കെതിരെ വിപ്ലവ പ്രസ്ഥാനങ്ങളും കോൺഗ്രസും BJPയും അവരെ ഭയപ്പെട്ട് അവർക്കെതിരെ പറയുവാനോ അവരെടുക്കുന്ന നിലപാടുകളെ എതിർക്കുവാനോ തയ്യാറാകുന്നില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. അതുപോലെ തന്നെ കോൺഗ്രസ് ആണെങ്കിലും BJPക്കാരൻ വരെ ഇന്ന് അവരെ ഭയപ്പെട്ട് അവരെടുക്കുന്ന നിലപാടുകൾക്കെതിരെ പറയുവാൻ തയ്യാറാകുന്നില്ല എന്ന സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയണം. സംഘടിതമായി നിൽക്കുന്നവർ ഏത് നിലപാടെടുത്താലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പിന്നിൽ നിൽക്കും. രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായും ഭൂമി, തൊഴിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഈഴവ സമുദായത്തോടും പിന്നോക്കക്കാരോടും നീതി പുലർത്തുന്നില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവിടുത്തെ ഈഴവരോടും പിന്നോക്കാരനോടും നീതി പുലർത്തുന്നില്ല എന്നുള്ള ആക്ഷേപം മുമ്പോട്ട് വെച്ചുകൊണ്ട് അതിന്റെ കണക്കുകൾ തുറന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ആ സമ്മേളനം നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് കൂടുകയുണ്ടായി. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയപ്പോൾ തന്നെ അതിൽ വ്യക്തമായി വെള്ളം ചേർത്ത് സംഘടിതമായി നിലകൊള്ളുന്ന മതന്യൂനപക്ഷങ്ങളോട് താൽപര്യം കാട്ടിയതായും തുഷാർ വെള്ളാപ്പള്ളി ആരോപിച്ചു. ഗവൺമെന്റ് അന്ന് എടുത്ത തീരുമാനം ഇവരെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവുമോ എന്നും തുഷാർ വെള്ളാപ്പള്ളി ചോദിച്ചു. ഇവിടെ ഭൂമിയെടുത്ത് പരിശോധിച്ചാൽ എന്താണ് നമ്മുടെ അവസ്ഥ? കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ സമയത്ത് തന്നെ വളരെ വ്യക്തമായി അതിൽ വെള്ളം ചേർത്ത് സംഘടിതമായി നിൽക്കുന്ന മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അന്നത്തെ ഗവൺമെന്റ് എടുത്ത തീരുമാനം എന്ന് നമ്മൾ പറഞ്ഞാൽ അവർക്ക് അത് നിഷേധിക്കാനാകുമോ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 10 സെന്റ് വീതം മതന്യൂനപക്ഷങ്ങൾക്ക് നൽകിയപ്പോൾ തേയില, കാപ്പി, റബ്ബർ തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ഈഴവർക്കും പിന്നോക്കക്കാരനും എന്തു നൽകിയെന്നും തുഷാർ ചോദിച്ചു. എന്തുകൊണ്ട് 10 സെന്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അവിടെ കുടിയേറ്റവകാശം കൊടുത്തപ്പോൾ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളിലും കാപ്പിത്തോട്ടങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും ലക്ഷക്കണക്കിന് ഈഴവനും പിന്നോക്കാരനും ഇവിടെ അന്നും അവിടെ ഉണ്ടായിരുന്ന ലേഖയിൽ താമസിച്ചിരുന്ന ഒരാൾക്കെങ്കിലും ഒരു 10 സെന്റ് സ്ഥലം കൊടുത്ത ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രണ്ടാം ഭൂപരിഷ്കരണം നടപ്പിലാക്കേണ്ട സമയമായെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. സംഘടിത മതന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ മേലാളന്മാരാക്കുവാൻ വേണ്ടി കോൺഗ്രസും BJPക്കാരും മത്സരിക്കുകയാണ്. വിപ്ലവ പാർട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസവും ജീവിതവും കുടുംബവും നൽകിയിട്ടും അവരും SNDPക്ക് അർഹമായ പരിഗണന തന്നിട്ടില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ഇന്ന് വിപ്ലവ പാർട്ടികൾക്ക് വേണ്ടി അവർ നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതവും നമ്മുടെ കഴിഞ്ഞ തലമുറ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നവരാണ്. SNDP യോഗം റാന്നി യൂണിയൻ പ്രസിഡന്റ് K. വസന്തകുമാർ അധ്യക്ഷനായിരുന്നു. വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒപ്പം പ്രവർത്തിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ചാവേറുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ യുവജനങ്ങളെ സംഘടിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് SNDP യോഗത്തിന്റെ സമാരാധനായ വൈസ് പ്രസിഡന്റ് അവர்கள் അടക്കമുള്ള നേതാക്കന്മാർ ഈഴവ സമുദായത്തിലെ ചെറുതുറക്കുള്ള ചെറുപ്പക്കാരികളെയും മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം ഹോമിക്കേണ്ടത് ആവശ്യമില്ല എന്നും നാം ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ സമുദായത്തിന് വേണ്ടി നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അനിവാര്യമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കാലങ്ങൾക്ക് ശേഷം വളരെ നാളുകളായി യൂത്ത് മൂവ്മെന്റ് പ്രവർത്തനം നിർജീവാവസ്ഥയിലായിരുന്ന നമ്മുടെ യൂണിയനിൽ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തനം സജീവമാക്കുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നന്നായി പ്രവർത്തിക്കുന്നതിനും നേതൃത്വം നൽകിയ യൂത്ത് മൂവ്മെന്റ് റാന്നി യൂണിയന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. SNDP യോഗം പന്തളം യൂണിയൻ സെക്രട്ടറിയും യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് ചെയർമാനുമായ സിനിൽ മുണ്ടപ്പള്ളി സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ആയുസ്സും ബഹുസും ആത്മതപസ്സും ബലിയർപ്പണം ചെയ്ത് ഈ സമൂഹത്തിനാകമാനം വെളിച്ചം പകർന്നുകൊണ്ട് പ്രാന്താലയമായിരുന്ന കേരളത്തെ ശാന്താലയമായി പരിവർത്തനം ചെയ്ത് ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റി ഈ കേരളത്തെ കേരളമാക്കി പുതുക്കിപ്പണിഞ്ഞ് കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ പരമ ദൈവമായി ഭഗവാൻ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ നമ്മുടെ കൺകണ്ട പരമ ദൈവമാണെന്ന് ഹൃദയത്തിൽ തൊട്ട് പറയുവാൻ കഴിയുന്നവരായി ഈഴവ സമുദായത്തിലെ അംഗങ്ങൾ മാറണം. യോഗം റാന്നി യൂണിയൻ സെക്രട്ടറി PN സന്തോഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. SN യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് കൺവീനർ ഡോക്ടർ രതീഷ് കണ്ണമ്പറമ്പിൽ സംഘടനാ സന്ദേശം നൽകി. യോഗം ബോർഡ് മെമ്പർ ബാബു വയറൻമരുതി, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് കൺവീനർ പ്രജി ഗോപിനാഥ്, യൂത്ത് മൂവ്മെന്റ് ജില്ലാ കൺവീനർ രാകേഷ് ഇലവന്തിട്ട, യൂത്ത് മൂവ്മെന്റ് റാന്നി യൂണിയൻ പ്രസിഡന്റ് സതീഷ് KS, യൂണിയൻ കൗൺസിലർ ഓമന പ്രസന്നൻ, ഓമന ശ്രീധരൻ, ശില്പ ഷാജി, കിരൺ ജെ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗുരുസ്മരണയോടെയായിരുന്നു യോഗത്തിന് തുടക്കമിട്ടത്.
തുടർന്ന് SN യൂത്ത് മൂവ്മെന്റ് സജീവ പ്രവർത്തകനായിരുന്ന സുജിത് സോബിന്റെ നിര്യാണത്തിൽ യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. തുഷാർ വെള്ളാപ്പള്ളിക്ക് SNDP യോഗം റാന്നി യൂണിയന്റെ ഉപഹാരമായി പുഷ്പകിരീടവും പുഷ്പമാലയും ചാർത്തി. സിറ്റി ന്യൂസ് റാന്നി. സംഘശക്തിയുടെയും അവകാശബോധത്തിന്റെയും കാര്യത്തിൽ രാജ്യമെങ്ങും മെയ് ദിനം ആചരിച്ചു. റാന്നിയിൽ മെയ് ദിനത്തോടനുബന്ധിച്ച് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന ന്യായമായ തൊഴിലാളികളുടെ ആവശ്യത്തിനു വേണ്ടി തൊഴിലാളികൾ ചെയ്ത സമരപുളകങ്ങളുടെ സിന്ദൂരമാല ചാർത്തിയ ദിനമാണ് മെയ് 1. അമേരിക്കയിലെ ഇല്ലിനോയ്സിലും ചിക്കാഗോയിലും 1886 നടന്ന ഹേമാർക്കറ്റ് കലാപത്തിന്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് ലോകമെങ്ങും മെയ് ദിനം സമുചിതമായി ആചരിച്ചു. പല വൈരുദ്ധ്യങ്ങളിലൂടെ കടന്നുപോകുന്ന തൊഴിലാളി വർഗം ദേശമോ ഭാഷയോ ജാതിയോ മതമോ രാഷ്ട്രീയമോ അതിരിടാത്ത വിധത്തിൽ സംഘടിക്കേണ്ടതിന്റെ ആവശ്യകത സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് ലോക തൊഴിലാളികളെ ചിന്തിപ്പിക്കുവാൻ ഈ ദിനാചരണം മൂലം കഴിയണം. അവകാശബോധത്തിന്റെയും സംഘശക്തിയുടെയും കാര്യത്തിൽ റാന്നിയിൽ സർവ്വരാജ്യ തൊഴിലാളി ദിനം സമുചിതമായി ആചരിച്ചു. വിവിധ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ റാന്നി പെരുമ്പുഴയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഇട്ടിയപ്പാറയിൽ സമാപിച്ചു. 1886 മെയ് മാസം 1-ാം തീയതി അമേരിക്കയിലെ ചിക്കാഗോയിൽ 10,000-കണക്കിന് തൊഴിലാളികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് CIT-AITUC നേതൃത്വത്തിലുള്ള മെയ് ദിന റാലിയാണ് ഈ വീതിയിലൂടെ കടന്നുപോകുന്നത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി MV വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സാമ്രാജ്യത്വ ശക്തികളും അവരെ സഹായിക്കുന്ന ഭരണകൂടങ്ങളുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. 8 മണിക്കൂർ എന്നുള്ളത് 10 മണിക്കൂർ ആക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. 10 മണിക്കൂറായി വർദ്ധിപ്പിച്ചാൽ ആ വർദ്ധിപ്പിക്കുന്ന സമയത്തിന് ശമ്പളമില്ല. തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും അതേപടി നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇവർ കൂടെ സ്വീകരിക്കുന്നത്. തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം ഇന്ന് ഈ രാജ്യത്ത് മാത്രമല്ല, ലോകരാജ്യങ്ങളിലാകെ ഒന്നിച്ച് മുന്നേറുകയാണ്. വമ്പിച്ച പോരാട്ടമാണ് നമ്മുടെ രാജ്യത്താകെ ലോകത്താകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ മാസം 3-ാം തീയതി ലോകത്തിലെ തൊഴിലാളി സംഘടനകളെല്ലാം ഒത്തുചേർന്നുകൊണ്ട്, ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഒത്തുചേർന്നുകൊണ്ട് വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയന്റെ ആഹ്വാനപ്രകാരം പുതിയ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു. ആ പോരാട്ടത്തിൽ പ്രധാനമായും 5 ആവശ്യങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS മോഹൻ, ജില്ലാ കമ്മിറ്റി അംഗം S ഹരിദാസ്, CPM റാന്നി ഏരിയ കമ്മിറ്റി സെക്രട്ടറി MS രാജേന്ദ്രൻ, KK സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് ബേബിച്ചൻ വെച്ചുച്ചിറ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടെ നാട്ടിലെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് മുതലാളി വർഗത്തിന് തടിച്ചു കൊഴുക്കാൻ കഴിയുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരി വർഗത്തിനെതിരായിട്ടുള്ള ഒരു ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സാർവദേശീയ തൊഴിലാളി ദിനം നാം ആചരിക്കുന്നത്. നമ്മുടെ രാജ്യത്തായാലും ലോകത്തായാലും സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരായിട്ടും സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായിട്ടും തൊഴിലാളി വർഗത്തിൻ്റെ കൂടുതൽ യോജിച്ചുകൊണ്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ പ്രസക്തി എല്ലാ വിഭാഗം തൊഴിലാളികളെയും ഒരുമിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് രാജ്യത്തും ലോകത്തും അടിച്ചമർത്തപ്പെടുന്ന തൊഴിലാളികൾ. സിറ്റി ന്യൂസ് റാന്നി. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ചട്ടമ്പി സ്വാമികളുടെ 90-ാം ചരമദിനം ആചരിച്ചു. വിദ്യാധിരാജ മന്ദിരത്തിൽ ശ്രീകുമാരൻ പോറ്റിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം സമാധി ദിനാചരണ യോഗം നടന്നു. മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് PS നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് MP ശശിധരൻ നായർ, MK വിജയൻപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results.
the executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect Lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ പിന്നോക്ക സമുദായങ്ങളെ ഒന്നാകെ അണിനിരത്തിക്കൊണ്ട് കേരളത്തിലെ നിർണായക രാഷ്ട്രീയ ശക്തിയാകാൻ ഒരുങ്ങുന്നു. ഇത് സംബന്ധിച്ച് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമായ സൂചനയാണ് റാന്നി പെരുന്നാട്ടിൽ നൽകിയത്. SNDP യോഗം മുൻകൈയെടുത്ത് പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുവാനുള്ള നീക്കത്തിന് കൂടുതൽ ശക്തി ആർജിച്ചു. ഇത് സംബന്ധിച്ച് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമായ സൂചന നൽകുകയും ചെയ്തു. യഥാർത്ഥ ജാതീയതയ്ക്ക് അതീതമായി യഥാർത്ഥ സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടന SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ഉടൻ ഉണ്ടാകുമെന്ന് തുഷാർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യം എടുത്തു പറയാതെ അസന്നിഗ്ധമായി പറഞ്ഞു. കേരളത്തിലെ ഇടതും വലതും BJP ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളും ഈ സമുദായത്തിന്റെ താല്പര്യമോ പിന്നോക്കാരന്റെ താല്പര്യങ്ങളോ സംരക്ഷിക്കാൻ ഉള്ള ചിന്തയോ അതല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങളോ അവരുടെ മുമ്പിൽ നമ്മൾ കാണുന്നില്ല എന്ന സത്യാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് നാളെ യഥാർത്ഥ ജാതീയതയ്ക്ക് അതീതമായി യഥാർത്ഥ സാമൂഹ്യ നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സംഘടന SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ പിന്നോക്കാരന്റെ, കേരളത്തിലെ മതേതര സ്വഭാവത്തോട് അല്ലെങ്കിൽ കേരളത്തിലെ സാമൂഹ്യ നീതിക്ക് വേണ്ടി നിൽക്കുന്ന എല്ലാ സംഘടനകളുടെയും കൂട്ടായ്മ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അന്ന് SNDP യോഗം എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിങ്ങളെല്ലാം നിൽക്കണം. കേരളത്തിലെ മുഴുവൻ പിന്നോക്കക്കാരുടെയും മതേതര സ്വഭാവമുള്ള സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ ആളുകളുടെയും കൂട്ടായ പ്രവർത്തനം ഈ സംഘടനയിൽ ഉണ്ടാകുമെന്നും തുഷാർ പറഞ്ഞു. പെരുന്നാട്ടിൽ SN യൂത്ത് മൂവ്മെന്റ് റാന്നി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന യൂത്ത് മൂവ്മെന്റ് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളി ഇക്കാര്യം അറിയിച്ചത്. ന്യൂനപക്ഷ സംഘടിത ശക്തികൾക്കെതിരെ ഇടതു വലത് BJPക്കാർ മുട്ടുമടക്കുകയാണെന്ന് തുഷാർ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. കോൺഗ്രസിനെയും BJPയെയും ഇടതുപക്ഷ പാർട്ടികളെയും തുഷാർ ഒരുപോലെ തന്റെ പ്രസംഗത്തിൽ ഉടനീളം നിശിതമായി വിമർശിച്ചതും മേൽ പ്രസ്താവനകളും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഉടൻ തന്നെ അത്തരമൊരു രാഷ്ട്രീയ പ്രസ്ഥാനം SNDPയുടെ സർവ്വവിധ പിന്തുണയോടും കൂടി പിറവിയെടുക്കുമെന്ന കാര്യം തീർച്ചയാണ്. അതിന് എന്നാണെന്ന് മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ. അടുത്തു നടക്കുന്ന ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടി രൂപം കൊള്ളുന്ന പക്ഷം അത് ഇടതു വലത് BJP പാർട്ടികൾക്കുള്ളിൽ ഉണ്ടാക്കുന്ന വിള്ളൽ വലുതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പൊളിറ്റിക്കൽ ഡെസ്ക്, സിറ്റി ന്യൂസ്. 17-കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി പാസ്റ്റർ സാജൻ മത്തായിയെ അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ റാന്നിയിലെ വാടക വീട്ടിൽ നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിലാണ് പ്രതിയായ പാസ്റ്ററെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എരുമേലി തുമരമ്പാറ സ്വദേശി ചീരഞ്ചെമ്പിൽ സാജൻ മത്തായിയെയാണ് കാഞ്ഞിരപ്പള്ളി CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. മുണ്ടക്കയം പുലിക്കുന്ന് സ്വദേശിയായ പെൺകുട്ടിയെയാണ് സാജൻ പ്രണയം നടിച്ച് പീഡനത്തിന് വിധേയയാക്കിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, കഴിഞ്ഞ ഫെബ്രുവരി മാസം 22, 23, 24 തീയതികളിൽ പുഞ്ചവയൽ 2 സെന്റ് കോളനിയിലെ ഇസ്രായേൽ പെന്തക്കോസ് ചർച്ചിൽ വെച്ച് ബൈബിൾ കൺവെൻഷൻ നടന്നിരുന്നു. കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടിയെ പ്രണയം നടിച്ച് കൂടെ കൂട്ടിയ സാജൻ 23-ാം തീയതി ചർച്ചിലെ ആളൊഴിഞ്ഞ മുറിയിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷം ഈ മാസം 23-ാം തീയതി വയറുവേദന അനുഭവപ്പെട്ട പെൺകുട്ടിയെ വീട്ടുകാർ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേദന കുറയാതെ വന്നതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാർ അറിഞ്ഞത്. തുടർന്ന് വീട്ടുകാർ മുണ്ടക്കയം പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ റാന്നിയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന സാജനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വർഷങ്ങൾ മുമ്പ് മറ്റൊരു യുവതിയുമായി ഏറെനാൾ താമസിച്ച സാജൻ ഇതിനുശേഷം വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. ഇതിൽ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. എന്നാൽ ഈ ബന്ധം ഉപേക്ഷിച്ച് 2 മാസം മുമ്പ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയായിരുന്നുവെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. സാജൻ ഇതിനു മുമ്പും നിരവധി സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് കാഞ്ഞിരപ്പള്ളി CI ശ്രീമോൻ പറഞ്ഞു. പുഞ്ചവയിൽ 2 സെന്റ് കോളനിയിലെ ഇസ്രായേൽ പെന്തക്കോസ്റ്റ് ചർച്ച് എന്ന ഒരു ചർച്ചുണ്ട്. ചർച്ചിൻ്റെ 42ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ബൈബിൾ കൺവെൻഷൻ 2014 മാർച്ച് 22, 23, 24 തീയതികളിലായിരുന്നു. ആ കൺവെൻഷനോടനുബന്ധിച്ച് ആണ് പ്രതി എന്ന് പറയുന്ന സാജൻ പാസ്റ്ററാണ്. അയാൾ അതിൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നതാണ്. ഇയാൾ അവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന ഒരു പെൺകുട്ടിയെ 18 വയസ്സ് പൂർത്തിയാകാത്ത മൈനറായ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ശാരീരികമായി പീഡിപ്പിച്ച് തുടർന്ന് പെൺകുട്ടി ഗർഭിണിയാകുകയും
എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയും അവിടുത്തെ വിദഗ്ധ പരിശോധനയിൽ പീഡനവിവരം പുറത്തറിയുകയും അങ്ങനെ കുട്ടിയുടെ മൊഴിപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്വേഷണത്തിന് കാഞ്ഞിരപ്പള്ളി CI ശ്രീമോൻ, SI മുഹമ്മദ് സുബൈർ, ASI മാമച്ചൻ, സിവിൽ പോലീസ് ഓഫീസർ സുധൻ എന്നിവർ നേതൃത്വം നൽകി. ബിവറേജസ് കോർപ്പറേഷന്റെ വിദേശ ചില്ലറ മദ്യവിൽപ്പന കേന്ദ്രത്തിലെ ബില്ലുകളിൽ കൃത്രിമത്വം കാട്ടുന്നതായി പരാതി. എരുമേലിയിലുള്ള ബിവറേജിന്റെ ഔട്ട്ലെറ്റുകളിൽ നിന്നും നൽകുന്ന ബില്ലുകളിലാണ് കൃത്രിമത്വം നടക്കുന്നതായി പരാതി ഉയരുന്നത്. ബിവറേജസ് കോർപ്പറേഷന്റെ കീഴിലുള്ള എരുമേലിയിലെ ഔട്ട്ലെറ്റിലാണ് ബില്ലിൽ കൃത്രിമം നടത്തുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. വിവിധ ബ്രാൻഡുകളിലുള്ള മദ്യം വാങ്ങുമ്പോൾ അമിതവില ഈടാക്കുന്നതായും ബില്ലിൽ തുക കൂട്ടിയിരിക്കുന്ന സ്ഥാനം കറുപ്പിച്ചതായും പരാതിയിൽ പറയുന്നു. എരുമേലി സ്വദേശിയായ സുനിൽകുമാറാണ് ബിവറേജ് കോർപ്പറേഷന്റെ വെയർഹൌസിൽ പരാതി നൽകിയിരിക്കുന്നത്. കുറഞ്ഞ ബ്രാൻഡുകളിലുള്ള മദ്യം ആവശ്യപ്പെടുമ്പോൾ കൂടിയ ബ്രാൻഡുകളിലുള്ള മദ്യം നൽകുകയും ബില്ലിൽ അമിതവില ഈടാക്കുകയും ചെയ്യുന്നു. കുറഞ്ഞ ബ്രാൻഡുകളിലുള്ള മദ്യം പൂഴ്ത്തിവെക്കുന്നതായും ആരോപണം ശക്തമാണ്. മദ്യം വാങ്ങുവാനായി എത്തുന്ന ഉപഭോക്താക്കളോട് മോശമായി പെരുമാറുന്നതായും പരാതിയിൽ പറയുന്നു. ബില്ലിലുണ്ടാകുന്ന കൃത്രിമത്തെക്കുറിച്ച് ചോദ്യം ചെയ്താൽ അസഭ്യവാക്കുകൾ പറയുന്നതായും ഉപഭോക്താക്കൾ പറയുന്നു. എരുമേലി ബിവറേജ് കോർപ്പറേഷന് പലതവണ മദ്യം വാങ്ങുന്ന വ്യക്തിയാണ്. നമ്മൾ ഓട്ടോ ഓടിക്കുന്നുണ്ട്, പലരും വിളിച്ച് പറയുമ്പോൾ ഓരോ സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കും. 10 രൂപ നമുക്ക് ആദ്യം കിട്ടും. അതിന് നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോഴത്തേനെ അവർ നമ്മളെ ബില്ലിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് അമിത ബില്ല് ഈടാക്കുകയും അതിനെതിരെ ഞാൻ ഇവരുടെ വെയർ ഹൗസിൽ പരാതിപ്പെടുകയും തുടർന്ന് അവർ യാതൊരു നടപടിയും സ്വീകരിക്കാതെ വരികയും ഇപ്പം പുതിയ പരിപാടി എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ മദ്യം അവർ സ്റ്റിക്കർ കീറി, പകുതി സ്റ്റിക്കർ കീറി മേശപ്പുറത്ത് കൗണ്ടറിൽ തന്നെ മേശപ്പുറത്ത് വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ വില ചോദിക്കുമ്പോൾ തന്നെ ഇവർ ഈ സാധനം നമുക്ക് എടുത്തു തരികയും അവന് അമിത ബില്ല് ഈടാക്കുകയും ചെയ്യുകയാണ്. ഇത് നിരന്തരം. അതുപോലെ നമ്മളെന്തെങ്കിലും കാര്യം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ അനാവശ്യവും തെറിയും മാത്രമാണ്. ഇവരെപ്പോഴും റാഡിയിലാണ് സംസാരിക്കുന്നത്. സർക്കാർ ജോലിക്കാരെന്നുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത സംസാരമാണ് ഇവരിൽ നിന്ന് നമുക്കുണ്ടാകുന്നത്. പലതവണയും നമ്മൾ ആവശ്യപ്പെടുന്ന മദ്യം അവിടെ ഉണ്ടായിട്ട് പോലും നമുക്ക് തരാതെയും അത് വില കൂടിയ മദ്യം നമ്മളെ അടിച്ചേൽപ്പിക്കുകയും ഇതുള്ളെന്ന് പറയുകയും കുറഞ്ഞ മദ്യം അവരെ അമിതമായ വിലയ്ക്ക് പുറത്ത് കൂടുതൽ വിലയ്ക്ക് കൊടുക്കുന്നതായിട്ടാണ് പൊതുവെ അറിയാൻ കഴിയുന്നത്. നമ്മളിപ്പം ഏതെങ്കിലും സാധനം MC അര ലിറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ MC അര ലിറ്റർ ഇല്ല, അതിന് വേറൊരു സാധനം അവർ പറയുന്ന സാധനം ഉള്ളത്. അപ്പോൾ അത് ഇതിനേക്കാൾ കൂടുതൽ വിലയാണ് നമ്മളോട് മേടിച്ച് ആ സാധനം നമ്മളത് കൊണ്ടുവന്ന് അവിടെ കൊടുക്കുമ്പോൾ അവർക്കത് വേണ്ടെന്ന് പറയും. നമ്മളത് വഴി വെച്ചുകൊണ്ട് നടക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 10-15 രൂപ കൂടുതൽ കിട്ടുന്ന പ്രതീക്ഷ നമ്മൾ ഈ ഓട്ടം പോവുകയും നമുക്ക് പല പറഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലെ കാശ് ടോട്ടൽ കണക്ക് കൂട്ടി അവരുടെ പൈസ കൊടുക്കുന്ന നേരത്തെ നമ്മുടെ പൈസ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ് പല പ്രാവശ്യം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില പ്രത്യേക ബ്രാൻഡുകളിലുള്ള മദ്യമാണ് ഈ സ്ഥാപനത്തിൽ വിൽപ്പനയ്ക്കായി ഉള്ളത്. മാസങ്ങൾക്ക് മുൻപ് എരുമേലി ബിവറേജസിൽ മോഷണം നടന്നിട്ടും ഇതുവരെ പ്രതികളെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുമില്ല. എരുമേലി SBT ഉൾപ്പെടെയുള്ള ബാങ്കുകളിലും മറ്റും എത്തുന്നവർക്ക് ബിവറേജസിൽ മദ്യം വാങ്ങുവാൻ എത്തുന്നവരുടെ നീണ്ട ക്യൂ മൂലം റോഡിലൂടെ നടക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. സർക്കാർ നിബന്ധനകൾ പാലിക്കപ്പെടാത്ത ബാറുകൾ അടച്ചുപൂട്ടിയതോടെ എരുമേലി ബിവറേജസിൽ നിന്നും മദ്യം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് അനുഭവപ്പെടുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാൽ മദ്യപാനികളെ ചൂഷണം ചെയ്യുന്ന ബിവറേജസ് ഔട്ട്ലെറ്റിലെ ജീവനക്കാർക്കെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കേരള ബാർബേഴ്സ് ആൻഡ് ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ റാന്നി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാന്നിയിൽ മെയ്ദിന റാലിയും സമ്മേളനവും നടന്നു. റാന്നി ഭഗവതിക്കുന്ന് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നവകം, ശ്രീഭൂതബലി, കലശം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രാകേഷ് നാരായണൻ ഭട്ടതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. റാന്നി ഭഗവതിക്കുന്ന് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് 3-ാം ദിവസമായ ഇന്ന് രാവിലെ നവകം, കലശം, ശ്രീഭൂതബലി എന്നിവ നടന്നു.
തന്ത്രി മുഖ്യൻ പറമ്പൂരിലത്ത് ബ്രഹ്മശ്രീ രാകേഷ് നാരായണൻ ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തുടർന്ന് ഉച്ചയ്ക്ക് സമൂഹ സദ്യ നടന്നു. വൈകിട്ട് പാരൂർ കൊട്ടാരത്തിൽ നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നിയിലെ പ്രമുഖ വ്യാപാര സ്ഥാപനമായ കല്ലംപറമ്പിൽ ഹാർഡ്വെയേഴ്സ് ഉടമ അന്തരിച്ച KC തോമസിന്റെ സംസ്കാരം നടന്നു. റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് അഭിമന്യ മെത്രാപ്പൊലിത്തമാരായ കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ്, കുര്യാക്കോസ് മോർ ഇവാനിയോസ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. റാന്നിയിലെ പ്രമുഖ വ്യാപാര സ്ഥാപനമായ കല്ലംപറമ്പിൽ ഹാർഡ്വെയേഴ്സ് ഉടമ അന്തരിച്ച KC തോമസിന്റെ മൃതദേഹം റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ സംസ്കരിച്ചു. കാലം ചെയ്ത എബ്രഹാം മോർ ക്ലീമീസ് മെത്രാപ്പോലിത്തയുടെയും അന്തരിച്ച മുൻ MLA വയലായിടുക്കളുടെയും സഹോദരി പുത്രനാണ് പരേതൻ. മുൻ MP സ്കറിയ തോമസ് സഹോദരി ഭർത്താവുമാണ്. രാജു എബ്രഹാം MLA, മുൻ കേന്ദ്രമന്ത്രി PC തോമസ്, മുൻ MP സ്കറിയ തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ തുടങ്ങിയവരടക്കം ഒട്ടേറെ പ്രമുഖർ പരേതന് അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിയിരുന്നു. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം പഠിച്ച നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു നമ്മെ ലോകത്തിലൂടെ വന്നിരുന്ന ലയൺസ് ക്ലബിൻ്റെ പരിപാടികളിലൊക്കെ പ്രാദേശിക തുടക്കം കുറിക്കാനും അതിനേറ്റവും നേതൃത്വം വഹിക്കാനും കേരളത്തിലെ ഏറ്റവും നല്ല ലയൺസ് ക്ലബായി റാന്നി ലയൺസ് ക്ലബിനെ ഉയർത്താനും കുട്ടികളും കാരണം പ്രയാസമുണ്ടായിരുന്നുവെങ്കിലും എത്രയോ സ്നേഹത്തോടെയാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വളരെ അടുത്ത ആളുകൾ എന്നുള്ളതിനെ സ്മരിച്ചുകൊണ്ട് കനാനായ കല്ലിശ്ശേരി മേഖലാധിപൻ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത, റാന്നി മേഖലാധിപൻ കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത്. കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു, എന്താണ് അതിൻ്റെ ദൗത്യം എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതായത് തൻ്റെ ഉയർത്ത മുഖാന്തരമായി മരണത്തെ ജയിച്ചു, സാത്താനെ ജയിച്ചു. ഇതാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ക്രൈസ്തവന്റെ ദർശനം. യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിച്ചത് ഈ വലിയ ആശ്വാസത്തിൻ്റെ അനുഭവമാണ്. കാരണം കഷ്ടത നിറഞ്ഞതായ, ക്ലേശം നിറഞ്ഞതായ ഈ ലോകത്തിൽ നിന്ന് ഇപ്പോൾ കുഞ്ഞുമാച്ചായൻ മാറ്റപ്പെട്ടതുപോലെ ഇതിനു മുമ്പ് അനേക വിശ്വാസികൾ മാറ്റപ്പെട്ടു. ഇനി നാം ഉൾപ്പെടുന്ന അനേക വിശ്വാസികൾ കാലാന്തരത്തിൽ, സമയത്തിൽ മാറ്റപ്പെടും. ആ മാറ്റപ്പെടുന്നതൊക്കെ നമുക്ക് ദുഃഖമാണ്. കാരണം നമ്മുടെ സഹോദരന്മാര്, സഹോദരികള്, നമ്മുടെ മാതാപിതാക്കള്, മക്കള് ഒക്കെ നമ്മിൽ നിന്ന് വേർപെടുമ്പോൾ നമുക്ക് ഏറെ ദുഃഖമാണ്. അതിന് പ്രായത്തിൻ്റെതായ വ്യത്യാസമില്ല. സ്വീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത പ്രകാരം കർത്താവേ, ഇതാ തിരുവിഷ്ടം ഈ ദാസൻ നിറവേറിയിരിക്കുന്നു. ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പത്രണം അതിനോ ലോകത്തിന്റെ പാവത്തെ വഹിക്കുന്ന വൈശ്വനുമായ ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാവത്തെ വഹിക്കുന്ന വൈശ്വനുമായ ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. എല്ലാ സമയത്തും എന്നെ തീർച്ചയാവുന്നു. പരേതൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ റാന്നി യൂണിറ്റിലെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. പരേതനോടുള്ള ആദരസൂചകമായി ഉച്ചയ്ക്ക് റാന്നിയിൽ കടകൾ അടച്ചു. സിറ്റി ന്യൂസ്, റാന്നി. നിര്യാതരായി റാന്നി കീക്കൊഴൂർ മാടത്തേത്ത് EMP ഹൗസ് MP എബ്രഹാം നിര്യാതനായി. 94 വയസ്സായിരുന്നു. സംസ്കാരം 3-ാം തീയതി ശനിയാഴ്ച കീക്കൊഴൂർ സെന്റ് ഫ്രാൻസിസ് അസിസി മലങ്കര കത്തോലിക്ക പള്ളിയിൽ നടക്കും. ഭാര്യ പരേതയായ റേച്ചൽ എബ്രഹാം, ഫിലിപ്പോസ് എബ്രഹാം കോർ എപ്പിസ്കോപ്പ, MA എബ്രഹാം, സാലി, കുഞ്ഞുമോൾ എന്നിവർ മക്കളും, സുജ, ജോർജ് തോമസ്, അലക്സാണ്ടർ എന്നിവർ മരുമക്കളുമാണ്. റാന്നി വട്ടപ്പുരയിടത്ത് ഡിലു റോഷിന്റെ ഭാര്യ
മരിയ ഡിലോ നിര്യാതയായി. 28 വയസ്സായിരുന്നു. സംസ്കാരം 3-ാം തീയതി ശനിയാഴ്ച 2 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടക്കും. പരേത കോട്ടയം പേരൂർ വെള്ളാപ്പള്ളി മാറ്റത്തിൽ കുടുംബാംഗമാണ്. അശ്വാന മകളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ബാർ ലൈസൻസ് പുതുക്കുന്ന വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ സമവായം നീളുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനുമായി നടത്തിയ ചർച്ച ഫലം കണ്ടില്ല. കേന്ദ്ര സർക്കാരിനെതിരെ പന്ന്യൻ രവീന്ദ്രൻ. രാജ്യത്തെ 8ഓളം വരുന്ന റബ്ബർ മുതലാളിമാർക്ക് വേണ്ടി ഭൂരിപക്ഷം വരുന്ന റബ്ബർ കർഷകരെ കേന്ദ്രം കണ്ണുനീർ കുടിപ്പിക്കുകയാണെന്നും പന്ന്യൻ. മതപരിവർത്തനം രാജ്യത്ത് അനുവദിക്കരുതെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. മതന്യൂനപക്ഷങ്ങൾക്ക് പിന്നാലെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ കക്ഷികളെന്നും തുഷാർ വെള്ളാപ്പള്ളി. സംഘശക്തിയുടെയും അവകാശബോധത്തിന്റെയും കരുത്തിൽ മെയ് ദിനം ആചരിച്ചു. റാന്നിയിൽ മെയ് ദിനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.